ജിയോ, എയർടെൽ, വി.ഐ തുടങ്ങിയ ടെലികോം കമ്പനികൾ തങ്ങളുടെ പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് പ്ലാനുകളിൽ വീണ്ടും 15% മുതൽ 20% വരെ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. നിലവിലെ 299 രൂപയുടെ അടിസ്ഥാന പ്ലാനുകൾക്ക് 349 മുതൽ 359 രൂപ വരെയാകാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ റീചാർജിനും 40 മുതൽ 80 രൂപ വരെ അധികം നൽകേണ്ടി വരും. ജിയോ, എയർടെൽ, വി.ഐ തുടങ്ങിയ ടെലികോം കമ്പനികൾ തങ്ങളുടെ പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് പ്ലാനുകളിൽ വീണ്ടും 15% മുതൽ 20% വരെ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലവിൽ 299 രൂപയുടെ അടിസ്ഥാന പ്ലാനുകൾക്ക് 349 മുതൽ 359 രൂപ വരെയാകാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ റീചാർജിനും 40 രൂപ മുതൽ 80 രൂപ വരെ അധികം നൽകേണ്ടി വന്നേക്കും. ഓരോ ഗുണഭോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുക, 5G നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനായി നടത്തിയ വലിയ നിക്ഷേപങ്ങൾ തിരിച്ചുപിടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നവരിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കുന്ന രീതിയിലേക്ക് പ്ലാനുകളും മാറിയേക്കും. സൗജന്യ അൺലിമിറ്റഡ് 5G സേവനങ്ങൾ നിർത്തലാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെയും മൊബൈൽ റീചാർജിന്റെയും വില ഒരേ സമയം വർദ്ധിപ്പിക്കുന്നത് സാധാരണക്കാരുടെ പ്രതിമാസ ചിലവ് കുത്തനെ കൂട്ടും. ഇത് പോക്കറ്റ് ചോർത്തും. പാക്കറ്റുകളിലെ സാധനങ്ങളുടെ അളവ് കുറയുന്നത് കാരണം കൂടുതൽ പണം കൊടുത്താലും ലഭിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറവായിരിക്കും. ഇത് ആളുകൾക്ക് പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാകില്ല. ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റും മൊബൈൽ ഡാറ്റയും ഒഴിവാക്കാനാകാത്തതാണ്. ബില്ലുകളുടെ വർധന സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ടെലികോം കമ്പനികൾ പുതിയ നിരക്ക് വർധന പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വാർഷിക പ്ലാനുകളോ 84 ദിവസത്തെ പ്ലാനുകളോ റീചാർജ് ചെയ്യുന്നത് പണം ലാഭിക്കാൻ സഹായിച്ചേക്കും. അതേസമയം സാധനങ്ങൾ വാങ്ങുമ്പോൾ പാക്കറ്റിന് പുറകിലെ തൂക്കം അല്ലെങ്കിൽ അളവ് കൃത്യമായി ശ്രദ്ധിക്കണം. ഒരേ വിലയാണെങ്കിൽ പഴയ പാക്കറ്റിനേക്കാൾ പുതിയ പാക്കറ്റിൽ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വൻകിട ബ്രാൻഡുകൾക്ക് പകരം ഗുണനിലവാരമുള്ളതും എന്നാൽ വില കുറഞ്ഞതുമായ പ്രാദേശിക ഉൽപ്പന്നങ്ങളോ സൂപ്പർ മാർക്കറ്റുകളുടെ സ്വന്തം ബ്രാൻഡുകളോ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. വൈഫൈ സൗകര്യമുള്ളവരോ അധികം ഡാറ്റ ഉപയോഗിക്കാത്തവരോ വലിയ തുകയുടെ റീചാർജുകൾ ഒഴിവാക്കി അടിസ്ഥാന പ്ലാനുകളിലേക്ക് മാറാൻ ശ്രദ്ധിക്കണം. സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങുമ്പോഴോ ഫെസ്റ്റിവൽ സീസണുകളിലോ ലഭിക്കുന്ന ഡിസ്കൗണ്ടുകളും ഓഫറുകളും കൃത്യമായി പ്രയോജനപ്പെടുത്തി ബജറ്റ് പ്ലാൻ ചെയ്യണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.